അസ്സലാമലൈക്കും. ഞാനിവിടെ മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. 1 കിലോ മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കണം. വൃത്തിയാക്കിയതിന് ശേഷം ഇതിന് നന്നായിട്ട് മസാല എടുപ്പിക്കണം. അപ്പൊ ഞാൻ ഈ ചിക്കനൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. ചിക്കനൊക്കെ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിക്കൻ ഈ മന്തി ഉണ്ടാക്കാനുള്ള ചിക്കനൊക്കെ ഒന്ന് മസാല കൂട്ടി വെക്കുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്. രണ്ട് സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണിത്. പിന്നെ നമ്മൾ മന്തി മസാലയാണിത്. മന്തി മസാല ഇത് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി പൊടിച്ചതല്ല. ഇതിപ്പോ ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ച മന്തി മസാലയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറച്ച് ഗ്രാമ്പ് ഇടുന്നുണ്ട്. 2 ഏലക്ക ഇടുന്നുണ്ട്. ഇത് മറ്റു സാധനങ്ങളൊക്കെ ഞാൻ ചോറ് വേവിക്കുമ്പോൾ അതിലാണ് ഇട്ടുള്ളത്. ചോറിലുള്ള സാധനങ്ങള് ഏലക്ക, സാജീരകം, കുരുമുളക്, ഗ്രാമ്പൂ, നമ്മൾ സാധാ ചെറിയ ജീരകം, 1 സ്പൂൺ പച്ചമല്ലി, 1 സ്പൂൺ വലിയ ജീരകമാണ് ഇട്ടത്, പെരിഞ്ജീരകം. പിന്നെ നമ്മൾ 2 സ്കൂബ് ഇടുന്നുണ്ട്. ഇത് നമ്മൾ ചോറിൽ സ്കൂബി ചിക്കനിലാട്ടോ ഇടുന്നത്. പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചോറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. പിന്നെ ഒരു ചെറുനാരങ്ങ ഉണ്ട്, ഉണക്ക ചെറുനാരങ്ങ. പിന്നെ 2 ബേ ലീഫ് ഉണ്ട് കേട്ടോ. രണ്ട് സ്കൂബ് എടുത്തിട്ടുണ്ട് ചിക്കനിൽക്കാണ് കേട്ടോ. ചിക്കൻ മസാല കൂട്ടാനാണ്. നമ്മൾ ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് എത്രയാണോ നമുക്ക് നമ്മളെ വീട്ടിലനുസരിച്ച് ഉപ്പ് ഇടട്ടോ. പിന്നെ നമ്മളൊരു കാര്യം, നമ്മൾ സ്കൂബിയിൽ ഉപ്പുണ്ടാവും, അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഉപ്പിന് ചോറിനനുസരിച്ച് നമുക്ക് ചോറിൽ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചോറിൽ ഇടുമ്പോൾ അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. വിനാഗിരി ഒഴിക്കണേ, 1 സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. ചിക്കനിൽ വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ആ മസാല കൂട്ടാൻ പോവാണ്. നന്നായി ചിക്കനിൽ ഈ മസാല തേച്ച് പിടിപ്പിക്കണം. ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ എടുക്കുള്ളൂ കേട്ടോ. മന്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല കേട്ടോ. മന്തി നമ്മൾ ചോറ് കായി വരുമ്പോ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കും. പിന്നെ അതിൽ കുറച്ച് ഒത്തിരി കളറും കൂട്ടി ചോറിന്റെ കൂടെ ഇങ്ങനെ ഒറ്റിക്കാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ ചിക്കനിൽ മസാല ഒക്കെ പിടിക്കട്ടെ കേട്ടോ. 1 മണിക്കൂറോടെ ഇരിക്കട്ടെ. ചിക്കനൊക്കെ മസാല ആകുമ്പോഴേക്ക് നമുക്ക് അരി വെള്ളത്തിലിടാം. ഏകദേശം 1/4 മണിക്കൂർ അരി വെള്ളത്തിലിടണം. അരി വെള്ളത്തിലിടുന്ന മുന്നേ നന്നായി അരി കഴുകണം കേട്ടോ. അതില് എല്ലാം നന്നായി നമ്മൾ കഴുകിയതിന് ശേഷം അരി വെള്ളത്തിലിടാൻ കുതിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴുകുമ്പോൾ നമ്മൾ അരിയൊക്കെ പൊട്ടിപ്പോവും. ഇത് ബസ്മതി റൈസ് ആണ്. വെള്ളമൊക്കെ ഒന്ന് മൂക്കിട്ട് നല്ല വെള്ളം കൊണ്ട് കഴുകണം കേട്ടോ. അരിയൊക്കെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. 1/4 മണിക്കൂർ കഴിയട്ടെ കേട്ടോ. മന്തി അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങളിവിടെ മന്തി അടുപ്പിലാണ് ഉണ്ടാക്കാറ്.
ഗ്യാസിനൊന്നും മന്തി ഉണ്ടാക്കാറില്ല. തീയൊക്കെ കത്തട്ടെ. തീ കത്തി അരി ഇടുക. വെള്ളം ചൂടായിട്ടില്ല. വെള്ളം ചൂടായിട്ട് തിളക്കുമ്പോ അരി ഇടാം. നമ്മൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അരി ഇടാൻ പോവട്ടോ. നമ്മൾ ഇട്ട് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെയാണ് മന്തി ഉണ്ടാക്കുന്നത്. നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതിന് അരി ചോറ് ഊറ്റിയെടുക്കട്ടോ ചെയ്യുന്നത്. അരി ഇടാൻ പോവുകയാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം. കല്ലുപ്പാണ് ഇടണം. നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ചോറ് പൊട്ടിപ്പോവാതിരിക്കാൻ നമുക്ക് കുറച്ചതില് സൺഫ്ലവർ ആണ് ഒഴിക്കുന്നത്. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് പൊട്ടിപ്പോവില്ല. അല്ലെങ്കിൽ ഒത്തിരി വിനാഗിരി വെച്ചാലും മതി. ചോറാകുമ്പോഴേക്കും നമ്മൾ ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കണം. അവിടെ ഗ്യാസുമ്മലാണ് ചിക്കൻ വേവിക്കാൻ പോണത്. ഗ്യാസുമ്മ ചോറ് ദമ്മിടുന്ന ചെമ്പാണിത്. അപ്പൊ അതിൽ തന്നെയാണ് ചിക്കൻ വേവിക്കുന്നത്. ചിക്കൻ നമ്മൾ സൺഫ്ലവർ ഒഴിച്ചിട്ട് ഹാഫ് വേവില് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ ദമ്മിടുകയാണ് ചെയ്യുന്നത് ചോറ്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ചിക്കൻ ഇട്ട് പൊരിക്കാൻ പോവാണ്. ഇത്രയും വലിയ ചെമ്പ് വെച്ചത് എന്തിനാ ചോദിച്ചാല് ഈ ചെമ്പിലാണ് ചോറ് നമ്മൾ ദമ്മിടുന്നത്. അപ്പൊ ഈ ചട്ടിയിൽ തന്നെ ചോറ് ചെമ്പില് നമ്മുടെ ചിക്കൻ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചെമ്പ് ചൂടായിട്ട് എണ്ണ ഒഴിച്ചു. ഇനി നമ്മള് ചിക്കൻ പൊരിക്കാൻ പോവാട്ടോ. ചിക്കൻ പൊരിക്കും. നമ്മൾ ചിക്കൻ ഇങ്ങനെ മേലെ മേലെ വെക്കരുത്. നമ്മൾ ചിക്കന് പരത്തി വെക്കണം. അതിനാണ് വലിയ ചെമ്പെടുത്തത്. അല്ലെങ്കിൽ നമ്മൾ കട്ടി പോയി കഴിഞ്ഞാൽ ചിക്കൻ വേവാൻ ബുദ്ധിമുട്ടാവും. നമ്മുടെ ചിക്കൻ ഹാഫ് വേവായിട്ട്, ഒരു ഭാഗം ഹാഫ് വേവായിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കനൊക്കെ എല്ലാ ഭാഗവും ഒന്ന് വേവട്ടെ. മന്തി ചിക്കനും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ചോറ് ഇതിന്റെ മുകളിൽ ഊറ്റിയിട്ട് കൊടുക്കണം. ചോറൊക്കെ ഊറ്റി തയ്യാറായി. ഞാൻ മല്ലിയിലൊക്കെ ഇടുന്നത് ഈ ചോറ് ഏകദേശം വേവാവുന്ന സമയത്താട്ടോ മല്ലിയിലും പുതിനയിലും ഇടുന്നത്. അത് അരിഞ്ഞൊന്നും ഇടുന്നില്ല. അങ്ങനെ കഴുകിയിട്ടിട്ട് പിന്നെ നമ്മൾ അതിന് ഊറ്റിയെടുക്കാണ്ടോ ചെയ്യുന്നത്. ഇനി ദമ്മിടാൻ പോവാണ്. കളറാട്ടോ അതിൽ ഒഴിക്കാൻ പോണത്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മന്തി ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ ഇത്തിരി പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മേലോട് ഇങ്ങനെ
ഉള്ളിത്തുള്ളി ഒഴിക്കട്ടോ. നമുക്കിതിൽ ഓരോ പച്ചമുളക് കുത്തി കൊടുക്കാം. ഞാനിങ്ങനെയാണ് മന്തി ഉണ്ടാക്കുന്നത്. ചോറ് പകുതി വേവിലെടുത്തിട്ട് പിന്നെ ഇതിന് മുകളിൽ ദമ്മിടുകയാണ് ചെയ്യുന്നത്. ആർക്കും ഞാൻ കത്തിച്ച് ചോറ് ഇവിടുത്തെ ആ സ്മെല്ല് ഇഷ്ടപ്പെടൂല ആർക്കും. അതുകൊണ്ട് ചോറിന് ഞാൻ പുക ഇടുന്നില്ല കേട്ടോ. ചോറാകുമ്പോഴത്തേക്കും ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കട്ടെ. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. മന്തിയൊക്കെ റെഡി ആയിട്ടോ. മന്തിയുടെ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. അങ്ങനെ മന്തിയൊക്കെ റെഡിയായി. ദമ്മ് പൊട്ടിച്ചു. ഇനി കഴിക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ ഒന്ന് മാറ്റട്ടെ. മന്തിയൊക്കെ റെഡിയായി. മന്തി കഴിക്കാനായി. ഇത് മയോണൈസാണ്. ഇതെന്റെ ചട്നിയാണ്. മന്തിക്കുള്ള ചട്നിയാണിത്. ഭക്ഷണം കഴിക്കുന്നത് കഴിച്ച ഭക്ഷണം മെച്ചിന്റെ മന്തിയൊക്കെ നല്ല സൂപ്പറാണ്. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ കൂട്ടി അടിക്കാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.